ഹായ്, എൻ്റെ പേര് ഗാനിയ. ഞാൻ റിപ്പീറ്റേഴ്സ് 2024 കൊല്ലം ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ നീറ്റ് 2024 എനിക്ക് 675 മാർക്സും ഓൾ ഇന്ത്യ റാങ്ക് 10,069 കേരള റാങ്ക് 1000 നേടാൻ സാധിച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് GMC ഇടുക്കിയാണ് കിട്ടിയത്. ഫർദർ അപ്ഗ്രഡേഷന് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ നീറ്റ് 2024 ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായ എൻ്റെ സ്വന്തം കൊല്ലം സെൻറ്ററിലാണ്. ഞാൻ വീണ്ടും ഈ ഒരു അഡ്മിഷൻ കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് തിരിച്ചെത്തിയതാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ എൻട്രി മുതൽ എൻ്റെ ക്ലാസ്സസ് വരെ എല്ലാം എനിക്ക് ഒരുപാട് മെമ്മറീസാണ് തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എക്സാമിൻ്റെ മാർക്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ വരാറുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ സെൻറ്റർ ഹെഡ്, എൻ്റെ ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ പ്രദീപ് സാറ്, എൻ്റെ പേരൻസ്, ഇവരെല്ലാം തന്നെയാണ്, ഫാക്കൽറ്റീസ് എല്ലാവരുമാണ്. സോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇനി 2025 എഴുതാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമാകത്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് വളരെ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എക്സാംസിന് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ഇപ്പോഴത്തെ വീക്ക്ലി എക്സാംസ് ഒക്കെ ഉള്ളത് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതലും അത് നോക്കുക, എക്സാംസ് എഴുതാൻ നോക്കുക. അല്ലാതെ ഒരിക്കലും ആ മാർക്സ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഫിസിക്സ് ആണ് നിങ്ങൾക്ക് വീക്കെങ്കിൽ അതിന് കൂടുതൽ നിങ്ങൾ ടൈം കൊടുത്ത് അത് ക്ലിയർ ആക്കുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഗ്രാജുവലി നിങ്ങൾക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. അതൊരു മിഡിൽ ഓഫ് ദി പ്രിപ്പറേഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂന്നും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. സോ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും നമ്മൾ ബയോളജിയും നമുക്ക് അത് വായിക്കാനുള്ള സമയമേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പാടായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വരുമ്പം കൂടുതലും വേണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. പിന്നെ ഫിസിക്സിനൊരു ഇക്വേഷൻ ബുക്ക് വെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ അത് കീപ്പ് ചെയ്തു. ലൈക്ക് മോഡൽ എക്സാംസിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഫിസിക്സിന് നമുക്കത് നോക്കാനുള്ള സമയമേ കിട്ടാറുള്ളൂ. പിന്നെ ബയോളജി NCERT വായിക്കുക, പിന്നെ കെമിസ്ട്രി അതുപോലെ തന്നെ ഇനോർഗാനിക് NCERT വായിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷന് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഫിസിക്സ് തന്നെയായിരുന്നു, കാരണം അതായിരുന്നു എൻ്റെ വീക്ക് സബ്ജക്റ്റ്. പിന്നീട് ഗ്രാജുവലി എനിക്ക് ഫിസിക്സിനോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങിയത് ഫിസിക്സാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇനിഷ്യൽ ഫേസിൽ അതിന് കൊടുത്ത ഒരു ടൈമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വീക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമയം പോലെ ഇരിക്കും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ റെഫറൻസ് സൗകര്യം, ഇവിടെ റെഫറൻസും ലൈബ്രറിയൊക്കെ ഉണ്ട്. റെഫറൻസിന് വന്ന് മാക്സിമം പഠിക്കാൻ നോക്കുക, കാരണം ഭയങ്കര പീസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് എമൗണ്ട് ഓഫ് ബുക്സ് ഉണ്ട്. നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും റെഫർ ചെയ്ത് നമുക്ക് അത് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ലേണിംഗ് ആപ്പ് ഉണ്ട്. ലേണിംഗ് ആപ്പിൽ പല ലെവൽ ക്വസ്റ്റ്യൻസ്, അതിനകത്ത് നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും. നമുക്ക് പാലയിലെ സാറന്മാർ അതിനകത്ത് നമുക്ക് തിരിച്ച് അതിന് റിപ്ലൈ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും സാറന്മാർ എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും നമുക്ക് സാറന്മാർ അവൈലബിൾ ആയിരുന്നു. സോ അതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ലഭിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.